സ്തോത്രം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. നിൻ്റെ ജീവനുള്ള വചനത്തിന് മുമ്പാകെ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവേ, നിൻ്റെ വചനത്തിലൂടെ നീ ഞങ്ങളോട് സംസാരിക്കണം. നിൻ്റെ വചനം മനസ്സിലാക്കാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങൾ പോകേണ്ടുന്ന വഴി ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. വചനത്തിൻ്റെ വാതിലുകളെ തുറന്നു തരണമേ. പ്രാർത്ഥന കേട്ടാനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, So then, dear friends, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കിയാൽ അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിക്കും. so then, dear friends, since you are looking forward to this, make every effort to be found spotless, blameless, and at peace with Him. Bear in mind that our Lord's patience means salvation. ഈ അതുകൊണ്ട് എന്ന് പത്രോസ് അപ്പോസ്തലൻ സഭയെ പ്രബോധിപ്പിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് അത് പറയുന്നത്. When Apostle starts by saying, so then, dear friends, so then means there is something he's talking about in the previous verses. ഈ 3-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ 3 കൂട്ടരെ കുറിച്ച് കാണുന്നു, 3 ഗ്രൂപ്പിനെ കുറിച്ച്. This 2 Peter chapter 3, verse 1 to 13, when we read, we see 3 groups of people. ഒന്നാമത്തെ ഗ്രൂപ്പ്, First group, യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ സംശയിക്കുന്ന ഒരു കൂട്ടരാണ്. first group is a group that doubts Jesus' second coming. 3-ാം വാക്യം, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദാനം എവിടെ? Verse 3. Verse 3. 3 verse 3. 3 verse 3. First of all, you must understand that in the last days, scoffers will come scoffing and following their own evil desires. They will say, where is this coming he promised? അതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്, That is the first group. അല്ലേ? നമ്മൾ മലയാളത്തിൽ വായിക്കുമ്പോൾ അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദാനം എവിടെ? Where is this coming that he promised? അവർക്കറിയാമായിരുന്നു യേശു ക്രിസ്തു മടങ്ങി വരാൻ പോകുന്നു. These people knew that Jesus was going to come back. പക്ഷെ അവരിപ്പോ ചോദിക്കുക, അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദാനം എവിടെ? അവൻ എന്തുകൊണ്ട് വരുന്നില്ല? എവിടെ കർത്താവ്? They knew that Jesus was going to come back, but now they are saying, where is he that promised that he will come? 2-ാം വാക്യം, പത്രോസ് അപ്പോസ്തലൻ വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങളും നിങ്ങളുടെ അപ്പസ്തോലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായവൻ തന്ന കൽപ്പനയും ഓർത്തുകൊള്ളണമെന്ന് ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥ മനസ്സ് ഉണർത്തുന്നു. Going back to the second verse in chapter 3, I want you to recall the words spoken in the past by the holy prophets and the command given by our Lord and Savior through your apostles. അപ്പോൾ ഒന്ന് പരമാർത്ഥ മനസ്സിനെ പറഞ്ഞൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പത്രോസ്. So Peter was actually just reminding them those words of the prophet and the commands given to them earlier by Lord and Savior. എന്തുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്നേ? Why is he reminding them again? കാരണം ഒരു കൂട്ടര് യേശുവിന്റെ മടങ്ങി വരവിനെ സംശയിക്കുന്നു. Because even at that time there was a group of people who was doubting Jesus coming. അവരെന്താ പറയുന്നേ? What are they saying? 4-ാം വാക്യം മുതൽ, പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷവും സകലവും സൃഷ്ടിയുടെ ആരംഭത്തിൽ ഇരുന്നതു പോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ് സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ പരിഹാസത്തോടെ അന്ത്യകാലത്ത് വരുമെന്ന് വിശേഷാൽ അറിഞ്ഞുകൊള്ളുവേൻ. Verse 4, they will say, where is this coming he promised? Ever since our fathers died, everything goes on as it has been since the beginning of creation. But they deliberately forget that long ago by God's word the heavens existed and the earth was formed out of water and by water. ഓക്കെ, 5-ാം, ആകാശം വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായിരുന്നു എന്നും അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചു എന്നും
ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു, ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിപ്പാനുള്ള ദിവസത്തിലേക്ക് കാത്തിരിക്കുന്നു എന്നും അവർ മനസ്സോടെ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാം. പക്ഷെ ഇപ്പൊ എന്തു പറ്റി? മനസ്സോടെ മറന്നു കളഞ്ഞു. അല്ല, അറിയാം, പക്ഷെ മറന്നു മറഞ്ഞു. By these waters also the world of that time was destroyed. By the same word, the present heavens and earth are reserved for fire, being kept for the day of judgment and destruction of the ungodly men. That means they knew, this group of people, they knew everything. They knew what happened. They knew what was happening. They knew Jesus was coming. But again, for some reason, they kind of forget what was already known to them. നമുക്ക് ചുറ്റുവട്ടത്തും ഇവനെ അറിഞ്ഞവര് പോലും, കർത്താവിനെ അറിഞ്ഞവര് പോലും കർത്താവിന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള ബോധമില്ലാതെ അവര് ജഡപ്രകാരവും ലോകപ്രകാരവും ജീവിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തോണം, അന്ത്യകാലത്ത് ഇങ്ങനെയുള്ളവരുണ്ടാകും എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളുടെ ഇടയിൽ പോലും ഇങ്ങനെ ഒരു കൂട്ടർ ഉണ്ടാകും. പക്ഷെ നിങ്ങൾ ഒരു കാര്യം മറക്കരുത്, കർത്താവ് മടങ്ങി വരും എന്നുള്ള ഒരു ദൂതാണ് നമ്മൾ ഇതിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. So what we have to understand from this is, in those times there was a group of people who knew everything. In spite of their knowledge, they conveniently forget that Jesus was going to come. The same thing is happening in the church, and it will happen in the church. Even though we all are aware of a lot of things and what says in the Bible, but for some reason we tend to forget that He is really going to come back, and we conveniently forget that for a lot of other reasons. And this group of people are going to be in the church. നമ്മുടെ യേശു മടങ്ങി വരാൻ പോകുന്നു. Our Jesus is coming soon. അപ്പോസ്തലനായ പത്രോസ് ഇത് എഴുതിയ സമയത്തേക്കാൾ ആ സമയം നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുന്നു. The time that Apostle wrote this, and the time is even nearer now. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് മനസ്സോടെ അറിവോടെ അവന്റെ വരവിന് വേണ്ടി നാം ഒരുങ്ങേണ്ടുന്ന ദിനങ്ങളാകുന്നു തുടർന്നുള്ള ദിവസങ്ങൾ. These should be the days that we are mindfully getting ready for His coming. ആമേൻ. യേശുക്രിസ്തു ഒന്നാമത് പാപികളെ രക്ഷിപ്പാനായി ലോകത്തിൽ വന്നു. First, Jesus came to save the sinners. ആമേൻ. നമ്മുടെ പാപങ്ങളെ അവൻ വഹിച്ചു. അവൻ കാൽവരി ക്രൂശിൽ യാഗമായി തീർന്നു. അവൻ അടക്കപ്പെട്ടു. മൂന്നാം നാൾ വചനപ്രകാരം ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കരേറിപ്പോയി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. He carried our sins. He died a sacrificial life on the cross. He was buried, and after 3 days he was resurrected, and he is at the side of his Father right now, interceding for us. ആമേൻ. ക്രിസ്തീയ ജീവിതത്തിന്റെ ഏറ്റവും കാതലായ ഭാഗം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ഉയർപ്പാണ്. The main part of Christian life, Christian faith, is Jesus' resurrection. അതല്ലെങ്കിൽ പിന്നെ യേശു മരിച്ചു എന്ന് മരിച്ച് അവനിപ്പോൾ നമ്മൾ വിശ്വസിക്കുന്നതിൽ കഥയൊന്നുമില്ല. If there was no resurrection, then there is no point in believing Jesus or saying that he died on the cross. മറ്റ് പല മഹാന്മാരെക്കാളും ഏറ്റവും യേശുവിനെ ദൈവമാണെന്ന്, അവൻ ദൈവപുത്രനാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ കാതലായിട്ടുള്ള ഭാഗമാണ് യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ്. The main reason for us to believe that Jesus is the Lord or he is the Son of God is his resurrection. മരണത്തെയും പാതാളത്തെയും ജയിച്ച് അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. He overcame the death, he overcame the grave and was risen on the third day. പല മഹാന്മാരുടെയും കല്ലറകൾ അടഞ്ഞു കിടക്കുമ്പോൾ യേശുക്രിസ്തു മൂന്നാം നാൾ ആ കല്ലറയിൽ നിന്നും വെളിയിൽ വന്നു. When a lot of people's graves are still closed, the tombs are still closed, Jesus' tomb is laying open. It is bare because he rose again. യേശു പറഞ്ഞു, ഇതാ ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ എന്നേക്കുമായി ജീവിച്ചിരിക്കുന്നു, ആകയാൽ ഭയപ്പെടേണ്ട. Jesus said, behold, I was dead, but I am alive. I am alive forevermore, so do not be afraid. മരണത്തിന്റെയും പാതാളത്തിന്റെയും താക്കോൽ എന്റെ കൈവശമുണ്ട്. I have the keys to death and the Hades. ആമേൻ. മരണത്തിനും പാതാളത്തിനും ഭയങ്കര ശക്തിയായിരുന്നു ഉണ്ടായിരുന്നത്. The death and grave had a lot of power. ഈ മരിച്ചു പോകുന്ന മനുഷ്യന്മാരെല്ലാം അത് അട്ടയ്ക്ക് പിടിച്ചു വെക്കുമായിരുന്നു. The people who were dead till that time,
the death and the grave was holding on to them, their souls. എന്നാൽ ഇതാ ഒരു ദൈവപുത്രൻ ലോകത്തിൽ ജനിച്ചു, അവൻ മരിച്ച് അടക്കപ്പെടുന്നു. അവനെ പിടിച്ചു വെക്കുവാൻ ഈ മരണത്തിനോ പാതാളത്തിനോ സാധ്യമായിരുന്നില്ല. Even though this death and grave was holding captive of all the souls who were dead till that time, when the Son of Man was dead and he was buried, the death and grave was not able to hold him captive. ഇപ്പോൾ ആ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു പൈതലിന്, ഒരു ദൈവ പൈതലിന്, ആമേൻ, അവനെയും ഈ പാതാളത്തിനോ മരണത്തിനോ പിടിച്ചു വെക്കാൻ സാധ്യമല്ല. So anyone who believes in the Lord Jesus and the death and Hades is not able to get captive of him as well. Any believer in Jesus. നാം ഇനി മരണത്തെയോ പാതാളത്തെയോ പേടിക്കേണ്ട ആവശ്യമില്ല. Because of that, we don't have to be afraid of death. We don't have to be afraid of grave. കാരണം യേശു ക്രിസ്തു ഇതിന്റെ മേൽ ജയമെടുത്തവനാണ്. Because Jesus already overcame these two. നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയവനാണ്. Because he brought a ransom for our sins. അതാണ് യേശുവും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം. That is the difference between Jesus and others. ഹല്ലേലൂയ. ഇപ്പോൾ നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തിയിരിക്കുന്നു. So our sins are atoned for. യേശുവിന്റെ കാൽവരി മരണത്തെ, അവന്റെ അടക്കത്തെ, അവന്റെ ഉയർപ്പിനെ വിശ്വസിക്കുന്ന, എനിക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിന് ഇനി ഒന്നിനെയും പേടിക്കേണ്ട ആവശ്യമില്ല. If anyone believes that Jesus did all this for me, for my deliverance, then we do not have to be afraid of any of these things. ഹല്ലേലൂയ. നമുക്ക് വലിയൊരു പ്രത്യാശ നൽകി തന്നിരിക്കുകയാണ്. Because his death and resurrection has given us a great hope. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ട് അവൻ പിതാവിന്റെ അടുക്കലേക്ക് സ്വർഗാരോഹണം ചെയ്യുന്ന സമയത്ത് തന്റെ അടുക്കൽ ഉണ്ടായിരുന്ന ശിഷ്യന്മാർക്ക് ഒരു വാഗ്ദത്തം കൊടുത്തിരുന്നു. After Jesus' resurrection and while he was ascending to the Father, the disciples who were with him, Jesus gave this promise. എന്താ പറഞ്ഞത്? ഞാൻ പോയതുപോലെ തന്നെ വീണ്ടും വരും. Just like how I am going, I will come back. ആമേൻ. യേശു ഈ ശിഷ്യന്മാരെ അനുഗ്രഹിക്കുകയിൽ ഒലിവുമലയിൽ നിന്നും പതുക്കെ മുകളിലേക്ക് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. While blessing the disciples on the Mount of Olives, Jesus ascended into heaven. ആ ഒലിവുമല ഇപ്പോഴും ഉണ്ട്. ആ ഒലിവുമലയിൽ വീണ്ടും യേശു വരാൻ പോകുന്നു. And that Mount of Olives is still there, and he is going to come there right back on the Mount of Olives. ഇതൊന്നും കിട്ടുകഥയല്ല. ഇത് ശരിക്കും നടന്ന സംഭവമാണ്. യേശുവിന്റെ ജീവിതത്തിൽ നടന്നതെല്ലാം വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ രേഖപ്പെടുത്തിയ വചനത്തിന്റെ നിവൃത്തിയായിരുന്നു. These are not fables or stories. Whatever happened in Jesus' life, it was already recorded by prophets years ago, hundreds of years ago, even before Jesus was born, was prophesied. യേശു ക്രിസ്തുവിന്റെ ജനനം എപ്രകാരമായിരിക്കണമെന്ന് 700 ചില്ലുവാൻ വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകന്മാർ പ്രവചിച്ചത് അതേപടി നിവൃത്തിയായി. Before Jesus' birth, 700 and some years ago, the prophets had prophesied. And when Jesus was born, it was actually a fulfillment of the prophecy. ആമേൻ. യേശുവിന് ഇന്ന പേരിടണമെന്ന് എത്രയോ 700 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് അതേപടി നിറവേറ്റി. And the name that Jesus got when he was born, that same name was prophesied by again hundreds of years ago. ആമേൻ. യേശു ഇന്ന പട്ടണത്തിൽ ജനിക്കണമെന്നുള്ളത് അവനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത് അതേ വചനപ്രകാരം ബെത്ലഹേമിൽ അവൻ ജനിച്ചു. The town of Jesus' birth was even prophesied hundreds of years ago. യേശു എങ്ങനെ മരിക്കണമെന്നുള്ളത് 1026 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ചത് അതേപടി നിവൃത്തിയായി. And how Jesus was going to die, it was again prophesied 1026 years before he died. അവന്റെ കൈകാലുകൾ തുളയ്ക്കപ്പെടുമെന്ന് 1026 വർഷം മുമ്പ് പ്രവചിച്ചത് യേശുവിന്റെ മരണസമയത്ത് അതേപടി നിവൃത്തിയായി. His hands and feet would be nailed, and this was prophesied 1026 years ago. അങ്ങനെയെങ്കിൽ അവന്റെ മടങ്ങി വരവിനെ കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. അത് അക്ഷരം പ്രതി നിറവേറും. If all those prophecies about his birth, about his name, about his life and death were prophesied thousands of years before he actually lived and came here fulfilled, then the same kind of prophecies exist that he will come back. So he is going to come back. യേശു ജനിച്ചതുപോലെ ആരും ഇതുവരെയും ജനിച്ചിട്ടില്ല. There is nobody born like Jesus. ഈ യേശു ജീവിച്ചതുപോലെ ഇതുവരെ ആരെയും ജീവിച്ചിട്ടില്ല. There is nobody lived
before or after, just like how Jesus lived. യേശു മരിച്ചതുപോലെ ഇതുവരെയും ആരും മരിച്ചിട്ടില്ല. There was no death similar to Jesus' death ever. യേശുവിന്റെ അടക്കം പോലെ ഇതുവരെയും ആരും അടക്കിയിട്ടില്ല. There was no burial that Jesus got. Nobody got. യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഇതുവരെയും ആരും ഉയർത്തെഴുന്നേറ്റിട്ടില്ല. No one resurrected like how Jesus resurrected. ഹല്ലേലൂയ. ആ യേശു വീണ്ടും മടങ്ങി വരാൻ പോകുന്നു. And this Jesus is coming back. അതാണ് നമ്മുടെ പ്രത്യാശ. That is our hope. അതാണ് ഒരു ക്രിസ്ത്യാനിയുടെ യേശുവിനെ പിൻപറ്റിയ ഒരു ദൈവ പൈതലിന്റെ പ്രത്യാശ. And this is a hope that anyone who follows Jesus has. ഹല്ലേലൂയ. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം. Acts 1. അവന്റെ മടങ്ങി വരവിനെ കുറിച്ചാണ് നാം ചിന്തിക്കുന്നത്. We're thinking about his coming back. 1-ാം അധ്യായം 1. ശിഷ്യന്മാരോട് ഒരു 8-9 വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്നാൽ അവസാന സമയത്ത് പറയുകയാണ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുൻപ്, അപ്പോസ്തലപ്രവൃത്തി 1:8, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എന്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. But you will receive power when the Holy Spirit comes on you, and you will be my witnesses in Jerusalem and in all Judea and Samaria and to the ends of the earth. ഇത് പറഞ്ഞ ശേഷം അവർ കാണെ അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. After he said this, verse 9, after he said this, he was taken up before their very eyes, and a cloud hid him from their sight. അപ്പൊ നോക്കിയ യേശു ഇത് പറഞ്ഞിട്ട് മുകളിലേക്ക് പതുക്കെ പാത ഉയർന്നു പോവുകയാ. So Jesus said this, and slowly he started ascending. പതുക്കെ മുകളിലേക്ക് പോയി ഒരു മേഘം വന്നങ്ങ് മറഞ്ഞ് മുകളിലേക്ക് അങ്ങ് അപ്രത്യക്ഷനായ. And he ascended, and then a cloud came down from heaven and covered him and hid him, and he was seen no more. He disappeared ഈ completely. ശിഷ്യന്മാർക്ക് ഇത് വല്ലതും അറിയാമോ? മുകളിലേക്ക് ഇപ്പൊ പോകുന്നുള്ളത് അറിയത്തില്ല. And the disciples never knew that he was going to be ascended and be gone now forever. ഇതുപോലെ ഇപ്പൊ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുന്നു, ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് പോവാണെങ്കിൽ പാസ്റ്റർ എങ്ങോട്ടേ പോണേ? ഇതാണ് അവർക്ക് സംഭവിച്ചത്. For example, I'm talking here, you watching, and if I just start going up, how will that be? That's the same thing happened to in that time. You know, they didn't know, they didn't expect it. At an unexpected time, Jesus started ascending. ഓക്കെ, ഇപ്പൊ ഞാൻ പതുക്കെ മുകളിലേക്ക് പോവാണെങ്കിൽ നിങ്ങൾ എങ്ങോട്ടാ പോണേ? അവരിങ്ങനെ മുകളിലേക്ക് നോക്കി, എല്ലാവരും ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നു. Think about that situation over there. You know, they are all looking up. They didn't expect that. Surprisingly, they saw him going up. His feet are ascending, and they were surprised, and they were looking up. 10-ാം വാക്യം, അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ അടുക്കൽ വന്നു. Verse 10. They were looking intently up into the sky as he was going, when suddenly 2 men dressed in white stood beside them. എന്നിട്ട് എന്താ പറയുന്നേ? ഗലീലി പുരുഷന്മാരെ, Men of Galilee, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? they said, why do you stand here looking into the sky? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. The same Jesus who has been taken from you into heaven will come back in the same way you have seen him go into heaven. Praise the Lord. യേശു വീണ്ടും വരും. Jesus is going to come back, and യേശു വീണ്ടും വരും. he will come back. അവന്റെ വരവിന്റെ ലക്ഷണങ്ങളാണ് നമുക്ക് ചുറ്റും നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. We are seeing all the signs that is being fulfilled to be ready for his coming back. ഇത് അവന്റെ സ്വർഗാരോഹണ സമയത്ത് ദൂതന്മാർ അവരെ ആശ്വസിപ്പിക്കാൻ വന്ന് പറഞ്ഞതാണ്. When Jesus was ascending into the heaven, these words were said by 2 angels who came down at the time of Jesus' ascension. യേശുവിന്റെ മടങ്ങി വരവിനെ കുറിച്ച് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. At the time, Jesus as himself talked about his coming back. അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട്. Apostles have said that. പഴയ നിയമ വിശുദ്ധന്മാർ വീണ്ടും പ്രവചിച്ചിട്ടുണ്ട്. Old Testament prophets have prophesied about it. ഹല്ലേലൂയ. യേശുവിന്റെ 1-ാമത്തെ വരവിനെ കുറിച്ച് ഒരു പ്രാവശ്യം പ്രവചിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ 2-ാമത്തെ വരവിനെ കുറിച്ച് 8 പ്രാവശ്യം പ്രവചിച്ചിട്ടുണ്ട്. For every one prophecy about his first coming,
as Jesus onto this earth, there are 8 prophecies about his second coming. റേഷ്യോ 1:8. Ratio is 1:8. അപ്പൊ ഒന്നാമത് വന്നോ യേശു? Did Jesus come one time, first time? ഒന്നാമത് വന്ന് നമുക്ക് വേണ്ടി ജീവിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പോയോ? First time he came, he died, buried, resurrected, and was gone. Did that happen? Yes. അത് നാം വിശ്വസിക്കുന്നു. We believe that. അങ്ങനെയെങ്കിൽ എത്ര മടങ്ങ് ആയിട്ട് നാം വിശ്വസിക്കണം അവൻ വീണ്ടും വരാൻ പോകുന്നു. If that was a sure thing for us, then we have to believe this 8 more times that he is going to come back. ആർക്ക് വേണ്ടി വരാൻ പോകുന്നു? Who is he coming back for? പാപികൾക്ക് വേണ്ടിയിട്ടല്ല. He is not coming back the second time for sinners. അവൻ ഇനി ആരുടെയും പാപം വഹിക്കാനായിട്ടല്ല വരുന്നത്. He is not coming back to carry our sins. ഇനി അവനിൽ വിശ്വസിച്ച് ഈ പാപം കൂടാതെ എന്ന് പറഞ്ഞാൽ വരുന്ന പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് കഴുകൽ പ്രാപിച്ച് വിശുദ്ധ ജീവിതം ചെയ്യുന്ന തന്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ അവൻ മടങ്ങി വരുന്നു. He is coming back to receive each and every one of us who is actually ready for his coming, waiting for him, cleansed from our sins by his blood. അതുകൊണ്ട് പത്രോസ് അപ്പോസ്തലൻ പറയാ, പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങൾ അപ്പോസ്തലന്മാർ മുഖാന്തരം കർത്താവും രക്ഷിതാവുമായ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയ വചനങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. That is why Apostle Paul says, പത്രോസ് Peter says in 2 Peter, do not forget, I'm trying to remind you the words said by prophets. കണ്ടോ, 2-ാം വാക്യത്തിൽ വിശുദ്ധ പ്രവാചകന്മാർ മുൻ പറഞ്ഞ വചനങ്ങൾ നിങ്ങൾ മറക്കരുത്. That is why the prophets that said earlier, you should not forget that. അപ്പോസ്തലന്മാർ പറഞ്ഞ വചനങ്ങൾ മറന്നു പോകരുത്. Do not forget what apostles said. ഇതെപ്പോഴും ഓർത്തുകൊള്ളണം. You always have to remember them. എന്താ ഇത് പറഞ്ഞ് ഓർമ്മപ്പെടുത്താനുള്ള കാരണം? Why was he reminding them that? അന്ത്യകാലത്ത് പരിഹാസികൾ സ്വന്തം ജഡത്തിനനുസരിച്ച് ജീവിക്കുന്നവർ വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. Holy Spirit is saying in the end times, scoffers will come and they will doubt his coming. They'll live according to their own desires and flesh. Praise the Lord. അവര് സ്വന്തം മോഹം അനുസരിച്ച് ലോകപ്രകാരം ലോകത്തിൽ മുങ്ങി ജീവിക്കുന്നവരായിരിക്കും. They will live according to how they want to live. They will be immersed in the sins of the world. പക്ഷെ അവരുടെ മധ്യത്തിൽ നിങ്ങൾ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊള്ളണം. But in their midst, you have to be getting ready for his coming. ഇതാണ് ഒന്നാമത്തെ കൂട്ടര്. This is the first group of people. സകലതും അറിഞ്ഞതാണ്, പക്ഷെ മനഃപൂർവ്വം സകലതും അറിയാത്തവരെ പോലെ വാഗ്ദത്തം ഇനിയൊന്നും നിവർത്തിക്കാൻ പോകുന്നില്ല, അനേക നാളുകൾ ഇനി ഉണ്ടെന്ന് പറഞ്ഞ് ജീവിക്കുന്ന ഒരു കൂട്ടര്. This is the first group that they know everything, they know the promises, that they know he is coming back, but so conveniently they forget that for the time being and they live according to their own desires. അവര് പറയുന്ന സമയം ഇനി ഉണ്ടെന്നാ. They will think, okay, even if he is coming, there is much more time left for us to live however we want. അതിനെന്താ അവിടെ പറയുന്നേ? അവിടെ നമ്മൾ എന്താ വായിക്കുന്നത്? അവർ ഈ സമയം ഉണ്ടെന്ന് പറയുന്നതിന് എന്താ അവിടെ ഒരു തെളിവ് തരുന്നേ? Where do we read that they are saying there is more time? ഓക്കെ, 8-ാം വാക്യത്തിൽ, എന്നാൽ പ്രിയമുള്ളവരെ, but do not forget this one thing. കർത്താവിന് ഒരു ദിവസം 1000 സംവത്സരം പോലെയും. Dear friends, with the Lord a day is like 1,000 years. 1000 സംവത്സരം ഒരു ദിവസം പോലെയും ഇരിക്കുന്നു എന്ന കാര്യം നിങ്ങൾ മറക്കരുത്. And 1,000 years are like a day. അങ്ങനെയെങ്കിൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കും കർത്താവ് വന്നു പോയിട്ട് ഇത്രയും 2000 വർഷങ്ങളായില്ലേ? അന്ന് മുതൽ അപ്പോസ്തലന്മാർ പറയുക ഇതുവരെ വന്നിട്ടില്ല. ഈ പുള്ളികൾ മറന്നു കളയാനുള്ള കാരണം ഇത്രയും നാളായാലും ഇനി വരവൊന്നും നടക്കുകയില്ലെന്നേ. ഇത് ഓർത്തോണ്ടായി മറന്നു പോകുന്നേ, അല്ലെങ്കിൽ വിട്ട് കളയുന്നത്. These people forgot that he was coming, or they just kept that in the back drawer that he was coming, because he had not come till that time and they were expecting him immediately, and they, he didn't show up in time, what they thought. Okay, ഇപ്പൊ 2000 വർഷം നമ്മുടെ മുമ്പിലായി. So now it's 2000 years. കർത്താവിന് എത്ര ദിവസമായി? In Jesus' eyes it may be only 2 days. കർത്താവിന് 2 ദിവസമായിട്ടുള്ളൂ. 2 days. നമുക്ക് 2000 ആയി. For us we are talking about 2000 years, but for Jesus it's only like 2 days, because 1,000 years could be like a day for the Lord. ആദാം ഏദൻ തോട്ടത്തിൽ എത്ര ദിവസം താമസിച്ചു ദൈവത്തിന്റെ ദൃഷ്ടിയിൽ? Adam in Lord's time, how long did he live? ഒരു ദിവസം പോലും ദൈവത്തിന്റെ കണക്കിൽ ഒരു ദിവസം പോലും ഏദൻ തോട്ടത്തിൽ നമ്മൾ വായിക്കുന്ന ആദാമിന്റെ അത് ഏദൻ തോട്ടത്തിലല്ല, ആകെ ആയുസ് 930 എന്ന് പറഞ്ഞ ഒരു ദിവസം പോലും ആദാം ജീവിച്ചിട്ടില്ല ദൈവത്തിന്റെ ദൃഷ്ടിയിൽ. We say Adam lived like 900 some years, 930, but in the Lord's eye it was only like a day. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മളോ ഈ 80 വയസ്സ്
So if that is the case, then us, who might of the max live to 80 നമ്മുടെ years. ജീവിതം എന്ന് പറഞ്ഞ ഒരു സെക്കൻഡ്, ഒരു മിനിറ്റ് പോലും ഇല്ല ദൈവത്തിന്റെ So ദൃഷ്ടിയിൽ. that is why our life is momentary. That's why the Bible says that. See? Our life is for a moment. അതാ പറഞ്ഞ ഇന്ന് രാവിലെ മുളച്ചു വരുന്നു, വൈകിട്ട് വാടിപ്പോകുന്ന പൂവിനെ പോലെയും പുല്ല് പോലെയൊക്കെ മനുഷ്യന്റെ ആയുസിനോട് ഉപമപ്പെടുത്തിയില്ല. ഒരു കുമള പോലെ, കുമള പെട്ടെന്ന് ഒന്ന് ദൈവം നോക്കുമ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. That is why in Bible a lot of times it explains like our lifespan is like a bubble that comes up. The bubbles that you blow and it just goes away quickly, just like that. A flower that comes up and fades the next day. Our life is just like that in front of the Lord. ഹല്ലേലൂയ. അതുകൊണ്ട് ഇത്രയും നാളായി കർത്താവ് വരും വരും എന്ന് പറഞ്ഞ അപ്പസ്തോലന്മാർ, കർത്താവ് പറഞ്ഞു, അപ്പസ്തോലന്മാർ പറഞ്ഞു, ഇതുവരെ വന്നില്ല എന്ന് വിചാരിച്ച് നമ്മള് ഈ പരിഹാസികളുടെ കൂട്ടം അവരെ കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ കർത്താവിന്റെ വരവിനെ കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെടുത്തി ജീവിക്കാൻ പാടില്ല. So just looking at them, looking at the scoffers, looking at the mockers, they're going to tease, they're going to joke, they're going to say he's not going to come back. But looking at that, you should not lose your hope. You should not lose your hope that he will come back. You should not lose your faith. Praise the Lord. ഇവര് അറിഞ്ഞുകൊണ്ട് മറന്നു കളയ, അറിഞ്ഞതാ പക്ഷെ നോ വരത്തില്ല So these people, എന്ന് പറയുന്ന ഒരു കൂട്ടർ. they knew this group that we are talking about. They knew he was going to come. They believed it at one time, but now they are saying he's not going to come now, or he may not even come. ഈ കൂട്ടത്തിലല്ല നമ്മളാരും. We do not belong to this group. ഓക്കെ, രണ്ടാമത്തെ ഗ്രൂപ്പ്. Second group. രണ്ടാമത്തെ ഗ്രൂപ്പിന് 9-ാം വാക്യത്തിൽ വായിക്കുന്നു, ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദാനം നിവർത്തിപ്പാൻ. അപ്പൊ ഒരു ചിലര് മറ്റേ കൂട്ടര് വരത്തില്ല എന്ന് ഉറപ്പിച്ചു പറയാ. രണ്ടാമത്തെ കൂട്ടര് ഇനിയുണ്ട് സമയം, ഇനിയുണ്ട് സമയം, സമയം പെട്ടെന്നൊന്നും വരത്തില്ല. The first group that we said, they were mocking because they were thinking Jesus was not going to come back. He said he will come back, but where is he? Like that. The second group is actually thinking it's going to happen only very slowly, that they have more time with them. അപ്പൊ ചിലര് ചിന്തിക്കുന്നു, ഓ എന്റെ കാലം കഴിഞ്ഞ് അവരുടെ മക്കളൊക്കെ ആ സമയത്തൊക്കെ വരത്തുള്ളൂ, അപ്പൊ അതൊക്കെ അങ്ങ് പോയാൽ മതി. And a lot of people think that he may not come in my time. So my time, then my next generation, my children, they all will live and maybe he will come later on. വരും പക്ഷെ താമസമുണ്ട്. The second group believes that he might come or he will come, but again it's going to take a long time. There is delay. ഞാൻ പറയുന്നു, നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ യേശുവിന്റെ വരവിനെ കാണേണ്ടതായിട്ട് വരും. സ്തോത്രം. I'm saying we will see the Lord's coming with our eyes itself. താമസമില്ല. There is no delay. താമസമില്ല. There is no delay. Praise the Lord. അപ്പൊ ചിലര് വിചാരിക്കുന്നു കർത്താവ് തന്റെ വാഗ്ദാനം നിവർത്തിപ്പാൻ, ചിലർ താമസം എന്ന് വിചാരിക്കുന്നു. Some people think it's delayed. അവരോട് പറയാ, അങ്ങനെ ചിന്തിക്കുന്നത് പോലെ താമസിക്കില്ല കേട്ടോ. അത് ആ വാക്യത്തിലുണ്ട്. The Lord is not slow in keeping his promise, as some understand slowness. കർത്താവ് തന്റെ വാഗ്ദാനം നിവർത്തിക്കുവാൻ താമസിക്കുന്നില്ല. He is patient with you. No, the Lord is not slow in keeping his promise. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. He is patient with you, not wanting anyone to perish, but everyone to come to repentance. ഹല്ലേലൂയ. സ്തോത്രം. Thank you, Jesus. കർത്താവ് പറഞ്ഞ ഉദാഹരണം നമുക്കറിയാം. നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെ, ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ മനുഷ്യപുത്രന്റെ സമയത്തുണ്ടാകും. Jesus gave this example of whatever happened in the time of Noah, whatever happened in the time of Lot, the same thing will be repeated the day of the Lord's coming. കർത്താവിന്റെ വരവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സംഭവങ്ങളാണ് പറയുന്നത്. Associated with Jesus coming back, there are two things that are talked about. ഒന്ന് നോഹയുടെ കാലത്ത്, One, the time of Noah. രണ്ട് ലോത്തിന്റെ കാലത്ത്. Second, time of Lot. പ്രൈസ് ദി ലോർഡ്. ലോത്തിനോട് പറഞ്ഞു, പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പുറപ്പെട്ടോണം, പുറകോട്ട് തിരിഞ്ഞു നോക്കരുത്, ഓടിക്കോ. He told Lot, don't stay here, run away, do not even turn your head back. നിങ്ങൾ അവിടെ ചെന്നെത്തുന്നോടും വരെ എനിക്ക് ഇവിടെ തീ ഇറക്കാൻ പറ്റത്തില്ല. Until you reach, until you are safe, I cannot bring down fire here.
ദൂതന്മാന്ന് ഇവരുടെ എല്ലാം കൈക്ക് പിടിച്ചിട്ട് ഇറക്കി വിടുകയാണ്. പോ ഓട്. Since they were not fast enough, the angels came down and angels were pulling them on their hands to get them out of the place before the judgment shows up. അത്രയ്ക്കും ദൈവം ന്യായവിധി അയക്കാൻ റെഡി ആയിട്ടിരിക്കുക സോദോം ഗൊമോറയുടെ That's how God was ready to bring down the fire upon Sodom പക്ഷെ and Gomorrah. നീതിമാൻ അവിടെ ഇരിക്കുന്നിടത്തോളം കാലം ദൈവത്തിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. But from that we understand that as long as a righteous person lives there, God will not do anything. ഹല്ലേലൂയ. കർത്താവിന്റെ വരവെങ്കിൽ സഭയുടെ മേൽ ന്യായവിധി വരുമോ എന്ന് പലരും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. See, സഭ പോകേണ്ടതായിട്ട് വരുമോ മഹോദ്രവ കാലത്ത്? Upon Jesus coming, the same question some people ask, that will the church as such, the church have to go through the great tribulation times? ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ മഹോദ്രവം വരുന്നതിന് മുമ്പ് സഭയെ ദൈവം ഇവിടുന്ന് മാറ്റിയിരിക്കും. We understand from the word that before the tribulation, great tribulation happens, the church will be gone. എന്ന് പറഞ്ഞാൽ എതിർ ക്രിസ്തുവിന്റെ സമയത്ത് സഭ ഇവിടെ ഉണ്ടാകത്തില്ല. That means at the time of the Antichrist reign, the church as such will not be here. അതിന് ഉദാഹരണമാണ് ന്യായവിധി ഇറക്കുന്നതിന് മുമ്പ് ലോത്തിനെയും കുടുംബത്തെ അവിടെ നിന്ന് ദൈവം അക്കരെ കടത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? തീ കിടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നീതിമാൻ അവിടെ ആ ദൈവത്തിന്റെ ന്യായവിധിയിൽ നശിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. So before and the judgment was brought down upon Sodom and Gomorrah, God wanted to take Lot and his family out. 2 നോഹയുടെ കാലത്ത് Same thing with Noah. മഴ പെയ്യിപ്പിച്ച് മുഴു ലോകത്തെയും മുക്കി ആ ന്യായവിധിയിൽ നോഹയും തന്റെ കുടുംബവും പെട്ടുപോകാൻ ദൈവം ആഗ്രഹിച്ചില്ല. God wanted to destroy the land, destroy the earth at that time through a flood because of the sins. That was a judgment. But God did not want Noah and his family to perish in the flood. അവർക്ക് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ഒരുക്കാൻ നോഹയോട് പറഞ്ഞു. And God told Noah to build this ark, to make this ark so that they can be saved. അതുപോലെ ആയിരിക്കും യേശുവിന്റെ വരവെങ്കിൽ നീതിമാന്മാരെ ഇവിടുന്ന് കൊണ്ടുപോയതിനു ശേഷമാണ് ഇവിടെ ന്യായവിധി വിടത്തുള്ളൂ. Just like that, when he brings judgment upon this earth also, the righteous, his church will be moved, there will be a way out. Praise the Lord. നമ്മൾ നമ്മുടെ ചുറ്റുപാട് നമ്മുടെ ന്യൂസ് ഒക്കെ ഓർത്ത് നോക്കിയേ. വൺ വേൾഡ് ഗവൺമെന്റ് ഒക്കെ അതിനൊക്കെ കിണഞ്ഞ് പരിശ്രമിക്കുമല്ലേ. ഇന്ത്യയിൽ ഇപ്പൊ ഈ നടന്ന പെട്ടെന്ന് കറൻസിയുടെ പ്രശ്നമൊക്കെ എന്താ, അത് അതിലേക്ക് വരുന്നതാ, അത് മൊത്തം അതിലേക്ക് സ്ലോലി വരുന്നതാ. സ്തോത്രം. So, when you look at the news and things happen at a very fast pace everywhere to get ready for this one world government. A lot of people are just trying very hard. And it's not a secret anymore. It's out in the public. Even in India, the currency, whatever they did, that was all part of this. ആരെങ്കിലും ചിന്തിച്ചാണോ ഇന്ത്യയിൽ അങ്ങനെ ഒരു സംഭവം വരുമെന്ന്? Did anyone think that in India the monetary system will change to credit cards, things like that? ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് അങ്ങനെയല്ല, അങ്ങനെ ചെയ്യാൻ പറ്റുമോ? A country like India, it's very hard to do those kind of things. ബാക്കിയുള്ള യൂറോപ്പ് അമേരിക്ക ഇതുള്ള രാജ്യങ്ങളൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ ഇന്ത്യ പോലുള്ള രാജ്യത്ത് അങ്ങനെ നടപ്പാക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. അതിനുള്ള കാര്യങ്ങളാണ് ഇപ്പൊ പെട്ടെന്ന് സംഭവിക്കുന്നത്. We would think it's very hard to do these kind of changes in India because of how it is, but it's happening, and it's happening at very fast pace. ഹല്ലേലൂയ. സീ, ഇതെല്ലാം കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, നമ്മൾ ഇവിടുന്ന് പോകാൻ സമയമായി. See, when all these things happen, one thing we have to understand that it's time for us to go. എന്തുകൊണ്ടാണ് നമ്മൾക്ക് തുടർച്ചയായി കർത്താവിന്റെ വരവിനെ കുറിച്ച് ഇവിടെ പറയുന്നത്? Why are we always talking about this Jesus coming? അല്ലെങ്കിൽ മാനസാന്തരപ്പെടണം എന്ന് പറയുന്നത്? Or something about repentance and along those lines. അതാ ഇപ്പൊ നമുക്ക് വേണ്ടുന്നത്. So സ്തോത്രം. that's what actually we need now. കർത്താവിന്റെ വരവ് അടുത്തു. സ്തോത്രം. His coming is very soon. His coming is going to be very soon. ആമേൻ. അതുകൊണ്ടാ വീണ്ടും ഈ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്. That is why the Spirit of God speaks to us, talks to us, exhorts us through His word. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് താമസിക്കുന്നില്ല. The Lord is not slow in keeping His promise, as some understand slowness. പക്ഷെ താമസിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, നമ്മളോട് ദീർഘക്ഷമ കാണിക്കുക. But whatever time He is delaying, or He is not coming immediately as people think, is because He is actually patient with us, not wanting anyone to perish. ഓക്കെ, നമ്മളോട് എന്ത് ചെയ്യാ? നമ്മളോട് എന്ത് ചെയ്യാ? He is being patient with us. ഏതൊക്കെയോ മേഖലകളിൽ, ഏതൊക്കെയോ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗങ്ങളിൽ നാം രൂപാന്തരപ്പെടാനുണ്ട്. Because there are a lot of areas still in our life that we have to change.
ഹല്ലേലൂയ. യേശുവിന്റെ സ്വഭാവത്തോട് രൂപാന്തരപ്പെടാനുള്ള ഏതൊക്കെയോ ഭാഗങ്ങളുണ്ട്. There are areas in our life that we have to change and be like Jesus. അതുകൊണ്ട് നമുക്ക് സമയം തരികയാണ്. Because of that, He is giving us time. ഈ സത്യം അറിഞ്ഞ ദൈവമക്കൾ തങ്ങളെ താൻ രൂപാന്തരപ്പെടുത്താനുള്ള സമയം അവൻ തരികയാണ്. So we know the truth. So God is giving us this time so that we transform according to the truth. ഹല്ലേലൂയ. Hallelujah. എങ്ങനെ നമുക്ക് രൂപാന്തരപ്പെടുത്താൻ പറ്റും? How can we transform? ഈ കേൾക്കുന്ന വചനത്തിന് അങ്ങ് സമർപ്പിച്ചാൽ മതി. When you submit yourself to the word that you hear. ഈ ലോകത്തിന് അനുരൂപമാകാതെ മനസ്സ് പുതുക്കി നന്മയും പൂർണ്ണതയും പ്രസാദവുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. Do not be conformed to the patterns of the world. Instead, with the renewal of your mind, you will be able to know the will of God, which is pleasant, pleasing, and perfect. നമ്മൾ ഇവിടെ വന്നിരിക്കുമ്പോൾ ഈ വചനം കേൾക്കുമ്പോൾ നമ്മൾ സമർപ്പിക്കുമ്പോൾ നമ്മളെ രൂപാന്തരപ്പെടുത്തുമോ ദൈവം നമ്മുടെ ചിന്താഗതികളെ? Each time you hear the word, think in your mind, God, I'm surrendering myself to this word. I want to change. I want to change like that. And God is actually changing your heart, changing your mind. The transformation will happen. ഹല്ലേലൂയ. ലോത്തിനോട് വന്ന് പറഞ്ഞു, കൈക്ക് പിടിച്ചു, ദൂതന്മാര് പറയുന്നവർ കേൾക്കുക, ഇറങ്ങുക, ഓടുകയാണ്. He came and held the hands of Lord, the angel, and they listened to angel's voice, and they are running now. ഓടുന്ന വഴിക്ക് ലോത്തിന്റെ ഭാര്യ അങ്ങനെ അങ്ങ് തീ ഇറങ്ങും. ഇപ്പോ ഈ ദൂതം പറഞ്ഞ പോലെ ഒന്ന് നോക്കിയേക്കാം. And while they were running, the group is running now because the angels are pulling them. But they are told, do not turn back. But Lord's wife thought, is it really going to happen? താമസം ഉണ്ടാവുന്നേ ഇപ്പോഴൊന്നും തീ ഇറങ്ങാൻ പോകുന്നത്. Really going to happen? Is the fire from heaven going to come down? She thought there was going to be some delay. It's not going to be that quick. And she turned back to see one more time. ചിലർ താമസം ഒന്ന് വിചാരിച്ചപ്പോൾ ലോത്തിന്റെ ഭാര്യ അങ്ങനെ ഒന്ന് ചിരിച്ചിട്ട് അങ്ങേരങ്ങ് മുന്നേ ഓടുക, പിള്ളേർ അതിന്റെ പുറകെ, ഞാൻ ഏറ്റവും അവരാരും കാണത്തില്ല, ഒന്നും നോക്കിയേക്കാം. ആരും കാണണ്ടെന്ന് പറഞ്ഞ് നോക്കിയത് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞുകൊണ്ടിരിക്കുക. ബൈബിൾ വായിക്കുന്ന എല്ലാവരും അറിയുക. അവിടെ ഉണ്ട് സംഗതി ഉപ്പ് തൂണായി. Lord's wife thought, I will just look one time. Nobody is noticing. She really might not have thought that the fire was going to really come down just like that. So she looked, but now everyone who is reading the Bible for generations, thousands of years, everyone knows what she did because we read it in the Bible. തന്നെയല്ല, തന്റെ വരവിനെ കുറിച്ച് പറഞ്ഞപ്പോ കർത്താവ് ഓർക്കാൻ പറഞ്ഞ ഒരൊറ്റ വ്യക്തിയുള്ളൂ, ലോത്തിന്റെ ഭാര്യ ഓർത്തോളുവിൻ. And not only that, Jesus, when he he was talking about his second coming, he reminded the people, remember Lord's wife. കാരണം പുറകോട്ട് തിരിഞ്ഞു നോക്കിയതാ. Because she turned back. ഹല്ലേലൂയ. Hallelujah. പ്രിയ മക്കളെ, കർത്താവ് വരാൻ താമസിക്കുന്നില്ല. Jesus coming is not going to be delayed. നമുക്ക് അങ്ങോട്ട് ഓടാം. സ്തോത്രം. Let us look forward and 2017 യേശുവിന്റെ വരവിന്റെ പ്രത്യാശയിൽ നമുക്ക് മുന്നോട്ട് 2017, let us renew the hope that he is going to come back. കുറച്ചും കൂടെ സ്പീഡ് കൂട്ടി കുതിച്ചോടാം. Let us increase our speed in the way we run. ആമേൻ. കർത്താവ് കള്ളനെ പോലെ വരും. And Jesus will come like a thief in the night. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. The day of the Lord will come like a thief. ആരും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് അത് സംഭവിക്കും. No one expects and it will happen. ഹല്ലേലൂയ. പെട്ടെന്നായിരിക്കും സംഭവിക്കുന്നത്. It will happen. It will be an instant thing. ആരും പ്രതീക്ഷിക്കുമ്പോൾ അല്ല യേശു വരുന്നത്. He is not going to come when anyone is expecting. നമ്മളിങ്ങനെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് ഇങ്ങനെ ഒരു ശനിയാഴ്ച കൂട്ടത്തിന് ഇങ്ങനെ പ്രാർത്ഥിച്ച് ആത്മാവിൽ ഇരിക്കുമ്പോൾ കർത്താവ് വന്നാൽ ചിലപ്പോൾ ഒരുപക്ഷെ എല്ലാവരും പോകും. പക്ഷെ അവരെ വരത്തില്ല. He is not going to come at a time when we all want him to come or we expect him to come or anything. He will come at a time that is not expected at all. ഹല്ലേലൂയ. Hallelujah. നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും വരവ്. At a time when no one expects him to come. എന്റെ ദൈവമേ, ഞാൻ മനസാന്തരപ്പെട്ടില്ലല്ലോ. At that time, immediately, oh Lord, I did not repent. അന്ന് ഭയങ്കര സംഭവങ്ങളായിരിക്കും. And that day will be a great day, the day of the Lord. ഹല്ലേലൂയ. അങ്ങനെ പെട്ടെന്ന് സംഭവിക്കാതിരിക്കാൻ സദാകാലം ഉണർന്നും പ്രാർത്ഥിച്ചും ജാഗരിച്ചും കൊണ്ടിരിക്കും. That day should not fall like a trap on you. To avoid that, you have to be always prayerful, repentant, and live a life accordingly. ഹല്ലേലൂയ. അപ്പോൾ താമസിക്കുന്നില്ല കർത്താവ്. His coming is not. അത് രണ്ടാമത്തെ ഗ്രൂപ്പാണ്. That is the second group. എന്നാൽ മൂന്നാമതൊരു ഗ്രൂപ്പുണ്ട്. There is a third group. ആ ഗ്രൂപ്പിലാണ് നമ്മളെല്ലാവരും വേണ്ടുന്നത്. That is a group that we all have to find ourselves. അതേതാ ഗ്രൂപ്പ് എന്നറിയാമോ? What is that group? ആ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നു 13-ാം വാക്യത്തിൽ. എന്നാൽ Verse 13. എന്നാൽ നാം
അവന്റെ വാഗ്ദാന പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി കാത്തിരിക്കുന്നു. But in keeping with his promise, verse 13, in keeping with his promise, we are looking forward to a new heaven and a new earth, the home of righteousness. നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും. A new heaven and a new earth, the home of righteousness. ഈ ഭൂമിയിൽ, ഈ ആകാശത്തിൽ, ഈ ഭൂമിയിൽ ഒരു നീതിയുമില്ല. There is no righteousness or justice in this earth, the current earth or the heaven. ഇത് മുഴുവൻ ദുഷ്ടന്റെ അധീനതയിൽ കിടക്കുകയാണ്. The whole thing is under the reigning of the evil one. എന്നാൽ നമ്മൾ ഒരു പുതിയതിനു വേണ്ടി കാത്തിരിക്കുക. We are waiting for a new one. ഹലോ, നമ്മൾ എന്തിനു വേണ്ടിയാ കാത്തിരിക്കുന്നത്? Waiting for a new one. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും. New heavens and new earth. അത് എപ്പോഴാ വരുന്നേ? When will it happen? പുതിയ ആകാശവും പുതിയ ഭൂമിയും വെളിപ്പാട് പുസ്തകം 21 അധ്യായം 22 അതല്ലേ നമ്മൾ വായിക്കുന്നത്? Book of Revelation chapter 21. That's what we read there. 21 വായിച്ചേ. 21 verse 1. Verse 1. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രവും ഇനിയില്ല. Read in English. Then I saw a new heaven and a new earth. For the first heaven and the first earth had passed away, and there was no longer any sea. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. I saw a new heavens and new earth. പഴയ ഭൂമിയും, പഴയ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഭൂമിയും ഇപ്പോഴത്തെ ആകാശവും ഒഴിഞ്ഞു പോയെന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങോട്ട് മാറ്റിക്കളയും ദൈവം. For the first heaven and the first earth had passed away. ഓക്കെ, ഇതിനെന്ത് ചെയ്യും? മാറ്റിക്കളയും. ഇതിനെ മാറ്റിക്കളയും. This will pass away. ഇപ്പൊ നമ്മൾ നിൽക്കുന്ന ഭൂമി ഉണ്ടല്ലോ, ഇതിനെ അങ്ങോട്ട് ദൈവം മാറ്റിയിട്ട് വേറെ ഒരെണ്ണം ഒരുക്കിക്കൊണ്ടിരിക്കുക. And this earth that we are in right now will pass away. Praise the Lord. ഇതങ്ങോട്ട് മാറ്റി പുതിയതിനെ ദൈവം കൊണ്ടുവരാൻ പോവാ. This earth will go and the new one will come. ഇതെന്തോ ചെയ്യാൻ പോവെന്നറിയാമോ? ഇതെന്തോ ചെയ്യാൻ പോയി ഭൂമി? What happens to this earth? ഓക്കെ, 2 Peter chapter 3. 2 Peter 3. ഓക്കെ, എത്രയാ? 10 വായിച്ചേ. But the day of the Lord will come as a thief in the night, in which the heavens will pass away with a great noise, and the elements will melt with fervent heat. Both the earth and the works that are in it will be burned up. ഞാൻ വായിക്കാം, വന്ന് വായിച്ചാൽ. കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. The day of the Lord will come like a thief. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. The heavens will disappear with a great roar. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. The elements will be destroyed by fire, and the earth and everything in it will be laid bare. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കുകയാൽ, Since everything will be destroyed in this way, ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോ കേട്ടോ. ഏത്? നിങ്ങൾ എത്ര വിശുദ്ധിയും വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കും. എത്ര വിശുദ്ധ ജീവിതവും ഭക്തി. എത്ര എന്ന് പറഞ്ഞാൽ ഇതൊന്നും പോരെന്ന്. ഇപ്പൊ നമ്മൾ ഈ പോകുന്നുണ്ടല്ലോ, ഇതൊന്നും പോരാ, ഇതിന് എന്തും കൂടെ ചെയ്യണം, ഇനിയും കൂട്ടണം. എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയും ഉള്ളവരായിരിക്കണം. എന്തിനു വേണ്ടി? ഇതെല്ലാം അഴിഞ്ഞു പോകുന്നത് കൊണ്ട്. since everything will be destroyed in this way, what kind of people ought you to be? You ought to live holy and godly lives as you look forward to the day of God and the speed it's coming. That day will bring about the destruction of the heavens by fire, and the elements will melt in the heat. യേശു ഇന്ന് വന്നു കഴിഞ്ഞാൽ, യേശു ഇന്ന് വരുവാണെങ്കിൽ Jesus is coming today. 7 വർഷം കൂടെയുള്ള ഈ ഭൂമി ആകാശം ഇതേപോലെ. If Jesus comes today, then there will be only 7 more years. The earth and the heavens going to stay like അത് കഴിഞ്ഞ് പിന്നെ 1000 ആണ്ട് വാഴ്ചയ്ക്ക് വേണ്ടി ഈ ഭൂമി ഒന്ന് ശുദ്ധീകരിച്ച് ദൈവം ഇങ്ങോട്ട് വരും. And then for the 1000-year reign, Jesus is going to come back. യേശു മാത്രമല്ല, നമ്മളും കൂടെ ഉണ്ടാവണം. And Jesus, and along with Jesus, all of us. അപ്പൊ ഈ
കഷ്ടത നിറഞ്ഞ ഈ ഭൂമി 7 വർഷം ഇതുപോലെ ഉണ്ടാവും. പിന്നെ ഒരു 1000 വർഷം കൂടെ ശുദ്ധീകരിക്കപ്പെട്ട ഇതേ ഭൂമിയും ആകാശവും ഉണ്ടാവും എന്ന് പറയും. ഇന്ന് യേശു വന്നു കഴിഞ്ഞാൽ 1007 വർഷം മാത്രമേ ഈ ഭൂമിയും ആകാശവും ഉണ്ടാകുകയുള്ളൂ. That means if Jesus comes today, only 1007 more years, this earth and the heavens going to exist in its present form. അത് കഴിഞ്ഞ പുതിയതാ. After that, everything completely gone and renewed. ആ പുതിയ ഭൂമിയിലെ പുതിയ യെരൂശലേമിൽ വസിക്കാനാണ് നമ്മൾ ഇപ്പോൾ ഒരുക്കുന്നത്. We are all getting ready to live in that new Jerusalem. ഹല്ലേലൂയ. പിന്നെ പഴയതിൽ ഇരിക്കണോ? പിന്നെ കുറച്ച് മുമ്പ് സിസ്റ്റർ സിസ്റ്റർ പറഞ്ഞായിരുന്നു, ഇപ്പൊ അങ്ങോട്ടും പോയിട്ടേ ഇല്ല. Then you don't want to be sitting in the old earth. You want to go to the new heavens and new earth. For example, she was also just said earlier that after going to the new house, they never went back to the അത്രയും നാൾ അവിടെ താമസിച്ച ഒരാഴ്ചയായിട്ട്. കാരണം എന്താ? പുതിയത് അത്രയ്ക്കും മഹത്വമുള്ളത്, അത്രയും ഇഷ്ടപ്പെട്ടു. That means they like their new house that much. ഇതുപോലെയാണ് ഈ മൊത്തം കാര്യങ്ങളും. നമ്മൾ പുതിയ യെരൂശലേമിലും പുതിയ ഭൂമിയിലും ചെന്ന് കഴിയുമ്പോ അയ്യേ, ഏത് ഇപ്പോഴുള്ള ഭൂമിയും ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അയ്യോ അത്ര മഹത്വമുള്ളതാണത്, അത്രയും മഹത്വമുള്ളതാ. ഹല്ലേലൂയ. When we see the new heavens and new earth, it is worth it. It is worth it. You never want to go back to the old one. ഇവിടെ നമുക്ക് തൽക്കാലത്തേക്ക് മാത്രം ദൈവം തന്നിരിക്കുന്നത് ഇത്. This earth and this heaven, however beautiful you might think it is only temporary. Praise the Lord. അന്ന് നാം പ്രാപിക്കാൻ പോകുന്ന തേജസ്സും അനുഗ്രഹങ്ങളും വിചാരിച്ചാൽ ഇപ്പോഴുള്ള ഈ കഷ്ടവും ഈ പ്രയാസവും കണ്ണുനീരും ഒന്നുമില്ല. The things that we're going to acquire, the life that we're going to have in that new heavens and the new earth, that is uncomparable to what we have right now. Praise the Lord. അതുകൊണ്ടാ 14 വാക്യം, അതുകൊണ്ട് പ്രിയമുള്ളവരെ, So then, dear friends, നിങ്ങൾ ഇവയ്ക്കായി കാത്തിരിക്കുക. since you are looking forward to this, ഏതിനു വേണ്ടി കാത്തിരിക്കാൻ? for what? What are you looking മോളി forward പറഞ്ഞ to? പുതിയ ആകാശവും നീതി വസിക്കുന്ന പുതിയ ആകാശം പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുക. The new heavens and the new earth. That is the house of righteousness. അവൻ നിങ്ങളെ കറയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ ദീർഘക്ഷമയെ രക്ഷ എന്ന് വിചാരിപ്പിൻ. So then, dear friends, since you are looking forward to this, make every effort to be found spotless, blameless, and at peace with Him. Bear in mind that our Lord's patience means salvation, just as our dear brother Paul. അങ്ങോട്ട് ഇപ്പൊ പോണ്ട. സ്തോത്രം. ദീർഘക്ഷമയെ രക്ഷയെന്ന്. ഏതാ ദീർഘക്ഷമ? എല്ലാവരും മനസ്സന്തരപ്പെടാൻ ഇച്ഛിച്ചിട്ട് അവൻ നിങ്ങളോട്, അതാണ് ദീർഘക്ഷമ. The Lord's patience that is mentioned here is the patience that because the Lord wants everyone to be saved, not anyone to perish. ആമേൻ. നമ്മളോട് കർത്താവ് വരാൻ താമസിക്കുന്നതിന്റെ അർത്ഥം നമ്മൾ വീണ്ടും ആ 14 വാക്യത്തിൽ കറയും കളങ്കവും ഇല്ലാത്തവരായി തീരാൻ വേണ്ടിയിട്ട് നമുക്ക് സമയം തരിക. Every single day that He is delaying His coming is the time that is given to us so that we become blameless, so that we become spotless. Praise the Lord. ഹല്ലേലൂയ. ആ ദിവസത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. Let us be ready. നമുക്ക് വീണ്ടും നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി, ആ പുതിയ യെരൂശലേമിന് വേണ്ടി, പുതിയ ഭൂമി പുതിയ ആകാശത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. Let us be ready for the new Hallelujah. Jerusalem, Praise the Lord. new heavens, new earth, and be ready for that. നമ്മുടെ യേശു വരും. Our Jesus will come. അവൻ വരും. He will come. ആമേൻ. ഹല്ലേലൂയ. അവൻ വാഗ്ദാനം നിവർത്തിക്കാൻ താമസിക്കുന്നില്ല. He is not delay in His promise. വീണ്ടും നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം. Let us cleanse ourselves more and more. മനസാന്തര അനുഭവം എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കട്ടെ. We have to always have this experience of repentance in our lives. ആമേൻ. ഈ വചനത്താൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. God bless us with these words. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാൻ താമസമേറെയില്ല. വിശുദ്ധിയെ തികച്ചു നാം ഒരുങ്ങി നിൽക്കാം. പ്രിയൻ വരുവാൻ താമസമേറെയില്ല. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിടാം. തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ. ഒരുങ്ങിടാം. ആകാശ
ആകാശത്തിൽ ശക്തി ഇളകുന്നതാൽ ഭൂമി എന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട് ആകാശത്തിൽ ശക്തി ഇളകുന്നതാൽ ഭൂമിയിൽ എന്തോ ഭവിക്കുമെന്നോർത്തുകൊണ്ട് ഒരു പിടിച്ചു ഇരുന്ന് ഒരുങ്ങിടാം ജനം പേടിച്ചു നിർജീവരാ ഇടുന്നേ ഒരുങ്ങിടാം വിശുദ്ധിയെ തികച്ചു ഒരുങ്ങി നിൽക്കാം പ്രിയൻ വരുവാനിൻ താമസം ഏറെയില്ല തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം തന്റെ വാഗ്ദത്തങ്ങൾ പലതും നിറവേറുന്നേ ഒരുങ്ങിടാം മാലിന്യപ്പെട്ടിടോടിടുക പിണവാളന്മാര വിറ്റമടുത്തു പോയി മാലിന്യപ്പെട്ടിടോടിടുക വിറ്റമടുത്തു പോയി മടിയാറായിൽ ശ്വസിക്കാം ഒരു മടിയാറായിൽ പോയി നാം ആശ്വസിക്കാം ഒരു മടിയാറായിൽ പോയി നാം ആശ്വസിക്കാം ഒരു ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ചാനി സിസ്റ്റർ പ്രാർത്ഥിച്ചാട്ടെ. സ്തോത്രം 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 സ്തോത്രം. കർത്താവേ നന്ദിയോടെ സ്തോത്രം.